അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടിവിടങ്ങളായി നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നുള്ള തീരുമാനത്തോടെ ദിനവും യേശുവോടൊത്ത് ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും നമ്മെ സമർപ്പിക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി 2 കൊരിന്ത്യർ 12-ാം അധ്യായം 20-ാമത്തെ വചനം വായിക്കുന്നു. ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, അസൂയ, കോപം, പക, ഏഷണി, പരദൂഷണം, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ആരോഗ്യകരമായ ഭയങ്ങളും അനാരോഗ്യകരമായ ഭയങ്ങളുമുണ്ട്. ഭയപ്പെടേണ്ട എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ചില ആളുകൾ വല്ലാതെ ഭയത്തിൻ്റെ കീഴിൽ കഴിയുന്നവരാണ്. ആരൊക്കെയോ എനിക്കെതിരെ പ്രവർത്തിക്കുന്നു, എനിക്ക് ജോലി കിട്ടാത്തതും എൻ്റെ ശരീരത്തിൽ രോഗങ്ങളുണ്ടാകുന്നതും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതും എവിടെയൊക്കെയോ ആരൊക്കെയോ മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതാണെന്നുള്ള ഭയം പലർക്കുമുണ്ട്. ഭയത്തിന് ദണ്ഡനം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഭയത്തിന് ദണ്ഡനം ഉള്ളതുകൊണ്ട് ഭയപ്പെടുവാൻ പാടില്ല. തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടായി കഴിയുമ്പോൾ ഇരുട്ട് വെളിച്ചം വരുമ്പോൾ മാറിപ്പോകുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടാകുമ്പോൾ ഭയം പുറത്തു പോകുന്നു. ദൈവം അനാവശ്യമായ ഭയങ്ങളെ നമ്മിൽ നിന്ന് ശാസിക്കട്ടെ. ആരോഗ്യകരമായ ഭയങ്ങൾ നാം നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നത്. പൗലോസിന് വലിയ പ്രതീക്ഷയാണ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളെക്കുറിച്ചുള്ളത്. അവർ ആത്മീയരാകണം, അവർ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം, പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കണം. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ അവർ വിശുദ്ധരായിരിക്കണം. ഏഷണിയോ പരദൂഷണമോ കോപമോ പകയോ കലഹമോ അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. ഏക മനസ്സുള്ളവരും ഏകഭാവമുള്ളവരും ഏകാത്മാവിൽ അവർ നിലനിൽക്കുന്നവരുമാകണം എന്നാണ് പൗലോസ് വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിച്ചത്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് പൗലോസിൻ്റെയും പ്രതീക്ഷ. പൗലോസ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് താൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ താൻ വചനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ പൗലോസ് അപ്പോസ്തലൻ വെച്ച് പുലർത്തിയിരുന്നു. അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിലയിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നടക്കാതെ വരുന്നത് താൻ കണ്ടപ്പോൾ പലരും ജഡികന്മാരും അനാത്മീകരും ആയി ജീവിക്കുന്നത് താൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഭയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടും. പൗലോസിൻ്റെ മനസ്സിൽ വിശ്വാസികളെക്കുറിച്ച്, സഭകളെക്കുറിച്ചൊരു ദർശനമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൻ്റെ അതിനൊത്തവണ്ണം സഭ വരുന്നില്ലല്ലോ എന്നുള്ള ഭയം. അതുപോലെ തന്നെ വിശ്വാസികൾക്ക്, വിശ്വാസ സമൂഹത്തിന് ദൈവദാസന്മാരെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് താൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയോ. വിശ്വാസികൾക്ക് ദൈവദാസന്മാരെക്കുറിച്ചും ദൈവദാസന്മാർക്ക് വിശ്വാസികളെക്കുറിച്ചുമുള്ള പ്രതീക്ഷകൾ അത് നിറവേറപ്പെടുന്നുണ്ടോ? അത് നിറവേറപ്പെടാതെ പോകുമോ എന്നുള്ള ഭയം ആരോഗ്യകരമായൊരു ഭയമല്ലേ? വാസ്തവത്തിൽ ദൈവത്തിന് നമ്മിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ദൈവദാസന്മാർക്ക് സഭകളിലും വിശ്വാസികളിലും വലിയ പ്രതീക്ഷകളാണുള്ളത്. വിശ്വാസികൾ ദൈവദാസന്മാരെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അവരുടെ ജീവിത നിലവാരം
അവരുടെ ശുശ്രൂഷ മനോഭാവം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവർക്ക് ദൈവസഭയോടുള്ള സ്നേഹം, ഇതൊക്കെ വിശ്വാസികൾ ദൈവദാസന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. നേരെ തിരിച്ചും ദൈവദാസന്മാർ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാകണം എന്നുള്ളതാണ്. പക്ഷേ പൗലോസ് പറയുന്നു, അങ്ങനെ സംഭവിക്കുമോ? വിശ്വാസികളുടെ ഇടയിലും ദൈവദാസന്മാരുടെ ഇടയിലും നടക്കുന്ന ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങളും നടപടികളും കണ്ടിട്ട് നമുക്കും ആ ഭയം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. അനാരോഗ്യകരമായ ഭയങ്ങളെയെല്ലാം നാം പടിക്ക് പുറത്ത് നിർത്തുകയും ഇതുപോലെയുള്ള ഭയങ്ങൾ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ താഴ്മയോടെ വിനയത്തോടെ ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക് പരസ്പരം ഉള്ള ദൈവത്തിനുള്ള പ്രതീക്ഷകൾ നിറവേറുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതല്ലേ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് നിറവേറ്റാം. ദൈവദാസന്മാർക്ക് വിശ്വാസികളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിറവേറ്റാം. വിശ്വാസികൾക്ക് ദൈവദാസന്മാരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിത നിലവാരവും ഉള്ളവരായിട്ട് അവർ തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ